വീഡിയോ പിടിക്കാതാ ഇതേ. ഞാൻ മൈക്കിൾ ജാക്സന്റെ ബ്രേക്ക് ഡാൻസ് കളിച്ചതല്ല. എടാ കണ്ണിൽ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാലേ ആരും ഇങ്ങനെ കാണിക്കും, മനസ്സിലായ? അതുപോലെ വയറ് വെച്ചെന്നാലേ ഇങ്ങനെ കാണിക്കും, നമ്മൾ തടയി കൊടുക്കും. ഉടനെ യൂട്യൂബിൽ കൊണ്ടുപോയിടാൻ പോണു. സ്റ്റോപ്പ്. അയ്യോ എടാ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ നിർത്താൻ, അല്ലാതെ എന്റെ നെഞ്ചത്തട്ട് ഇങ്ങനെ കുത്തിക്കെട്ട് കയറ്റിക്കൊണ്ട് വരാനല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായ? അല്ല പിന്നെ പോണൊരു ഓട്ടോറിക്ഷ ഇക്ക ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിലെ റോഡിലെ ഓട്ടോറിക്ഷക്കാരുടെ കുഴപ്പം. എന്തുപറ്റി? നമ്മുടെ ബ്ലോക്കിൽ എവിടെയെങ്കിലും ചെറിയൊരു വിടവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരതിലെ കൂടി കുത്തിക്കറ്റി അവരങ്ങോട്ട് കൊണ്ടുപോകും. ശരിയല്ലേ? പറഞ്ഞു തീർന്നില്ല, എന്റെ ഭാര്യ വരുന്നുണ്ട്. എടി എടി സ്റ്റോപ്പ്. സിഗ്നൽ കണ്ടില്ലേ? ഒന്നാമത് നിനക്ക് ലൈസൻസ് ഇല്ലാത്തതാണ്. അതെനിക്ക് വണ്ടിയില്ലല്ലോ. അയ്യോ ആ ലൈസൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ നാക്കിന് ലൈസൻസ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? ആ ചേട്ടാ നല്ല ചോറും. ആ ചോറ് തിന്നാ. നീ ഇവിടെ വന്നു നിന്നുണ്ട് എന്തെങ്കിലും വളവളാന്ന് വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ കൺട്രോൾ അങ്ങോട്ട് തെറ്റും. കൺട്രോൾ തെറ്റുമ്പോ ഡ്രൈവർമാരുടെ കൺട്രോൾ അങ്ങോട്ട് തെറ്റും. അത് കണ്ട ആയിരിക്കണ CC ക്യാമറ, അതിന്റെ അകത്ത് എന്ന് പറ്റും. ആ CC ക്യാമറ നേരെ ചെന്നിട്ട് എന്റെ ഓഫീസിൽ പറ്റും. അവര് പിടിച്ച് എന്നെ പെൻഷൻ പറ്റിപ്പിക്കും, മനസ്സിലായല്ല? ഇതിനകത്ത് ചിക്കൻ വറുത്തും തോരനൊക്കെ ഉണ്ടായിരുന്നു. ചോറ് വേണ്ടല്ലോ കൊണ്ടുപോട്ടെ. എന്ത് പറ്റിയേട്ടാ ഒരു ശബ്ദം കേട്ട്? വേറെ സുഖമില്ലേ? മനസ്സിലായില്ലേ? ഇല്ല. പോയ വണ്ടി ഹോണടിച്ചതാണ്. വണ്ടിക്കാരാ നിന്റെ ഹോണടി പക്ക ടൈമിംഗ് ആയിരുന്നു കേട്ടാ, സമ്മതിച്ചിരിക്കുന്നത്. ആ കേറി വാ. ലൈറ്റ് കത്തിയിട്ട് വരാം, പച്ച ലൈറ്റ് കെട്ടിട്ട് വരാം. എടീ വിശപ്പിന് പച്ച ലൈറ്റും ചുമല ലൈറ്റും ഒന്നും ഇല്ല. ആ ചുമല ലൈറ്റ് നീ എടുത്ത് കയറി പോരി. നീ ഇതെങ്ങോട്ട് പോണു? നീ അങ്ങോട്ട് മാറ്. വണ്ടി കയറി പോകാനാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? എന്റെ പൊന്ന് പ്രൈവറ്റ് ബസ്സുകാരാ, നീ ഇതെന്താണ് ഈ കാണിക്കണത്? ഒരു പെണ്ണ് സാരി കൊടുത്തോണ്ട് അങ്ങോട്ട് വന്നാൽ മതി, നേരെ ഹോൺ അടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വരും അല്ലേ? നീ ബാക്കിലോട്ട് ചോറാഹാരം വേണ്ടേ? ചേട്ടൻ പണി നടക്കട്ടെ, ഞാൻ തരാം. ഇത് ജോലി തിരക്കണ പരിപാടിയാണ്. സാരമില്ലെന്ന് ഞാൻ വാരി തരാന്നേ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിനക്ക് വീട്ടിൽ നിന്ന് ഒറ്റക്ക് വന്നാ പോരാ. അല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ ഉപ്പും പുളിയൊന്നും നോക്കിയില്ലായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സല്യൂട്ട് അടിച്ചപ്പോ നീ എന്തിനാ സല്യൂട്ട് അടിച്ചു? ചേട്ടൻ എന്തിനാ സല്യൂട്ട് അടിച്ച? മന്ത്രിയുടെ വണ്ടി പോയതുണ്ടായിരുന്നോ? ഞാൻ കണ്ടു. ചേട്ടൻ കണ്ടായിരുന്നോ? ഒരു മിന്നായ പോലെ പോണത് ഞാൻ കണ്ടു. ഇതാണ് ഈ മന്ത്രിമാരുടെ വണ്ടി പോണതും കാണിയല്ല വരണതും കാണിയല്ല, വെറുതെ ഒരു സല്യൂട്ട് പാകായി. ഇങ്ങനെയാണോ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? നടക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, ഈ ആഹാരം കഴിച്ച് പിടിക്കേ, ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്റ്റോപ്പ് കൊണ്ടുവന്നത് പിടിക്കേ, തൊപ്പി ഇങ്ങോട്ട് വന്ന. ഇതൊക്കെ ഞാൻ നിയന്ത്രിക്കട്ടെ. കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു വണ്ടിയൊക്കെ നിയന്ത്രിക്കണമെന്നും. നീ ഇതെങ്ങനെ നിയന്ത്രിക്കുന്ന പറയണം? 5-6 വർഷമായിട്ട് നിങ്ങളെ തള്ളയെ നിയന്ത്രിക്കാമെങ്കിലേ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റും. നീ ഞങ്ങൾ മാത്രമേ ഈ നാട്ടുകാരെ മൊത്തം നിയന്ത്രിക്കുന്ന കാര്യം ഞങ്ങൾക്കും അറിയാം. ചേട്ടാ ഞാൻ കാണിച്ചില്ല നിയന്ത്രിക്കുന്ന എങ്ങനെയാണ്. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്റെ പണി കളയല്ലേ. ഇല്ല പണി കളയത്തില്ല. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അയ്യോ ചേട്ടാ, ഞാൻ സ്റ്റോപ്പ് വണ്ടി നിർത്താതെ പോയി. ഞാൻ ഇപ്പൊ അവന്റെ പേര് കേസെടുക്കാം. അയ്യോ അവന്റെ പേര് കേസെടുത്തിട്ടും കാര്യമില്ലടി, അത് KSRTC ബസ്സാണ്. അവര് സിഗ്നലിൽ നിർത്താറുമില്ല, സ്റ്റോപ്പിലും നിർത്താറില്ല. അത് മാത്രമല്ല ഡിപ്പോയിൽ കൊണ്ട് തന്നെ കയറ്റുള്ളൂ. ചേട്ടാ ഒരു ആംബുലൻസ് 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 ആണോ? ആംബുലൻസ് ആണെങ്കിൽ വിടരുത്. അവിടെ ആംബുലൻസ് ആണെങ്കിൽ 4 സൈഡ് ബ്ലോക്ക് ചെയ്ത് പപ്പട 4 സൈഡ് ബ്ലോക്ക് ചെയ്ത്. ആ ചേട്ടാ ആ ആംബുലൻസിനകത്ത് രോഗികളൊന്നും അല്ല, കല്യാണപ്പെട്ട ചെറുക്കനും വാദ്യമേളക്കാരുവാ. അത് നിനക്ക് മനസ്സിലായില്ലേ? എന്താടാ എടി നമ്മുടെ ഈ റോഡിലെ ബ്ലോക്കില് മുഹൂർത്ത സമയത്ത് താലി കെട്ടണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് തന്നെ പോണം, മനസ്സിലായ? എടി ഇതിനകത്ത് മധ്യവർത്ത ഇല്ലായിരുന്നോ? ഇതിനകത്തുണ്ടായിരുന്നല്ലേ മധ്യവർത്ത്. നീ എന്താണ് സ്റ്റോപ്പ് ബോർഡ് മുകളിലേക്ക് വെച്ചിരിക്കണത്? അത് കണ്ടാ ആകാശത്തൊരു പൈലറ്റ് വിമാനം നിർത്തിയിട്ടിരിക്കണം. കണ്ടാ ആകാശത്തെ പൈലറ്റ് വരെ എന്റെ സ്റ്റോപ്പ് ബോർഡ് വണ്ടി നിർത്തി. ഈ താഴെ പോകുന്ന ഒറ്റ വണ്ടിക്കാർ വണ്ടി നിർത്തുന്നുണ്ടേട്ടാ. അതാ പറയ ആകാശത്ത് വെച്ച് ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരൻ വിമാനം ഇടിച്ച് മരിച്ചെന്ന് ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല, കേട്ടിട്ടില്ല. ഒരു വീട് നീ കഴിച്ചോ? ഏടാ നീ എന്നെ നോക്കില്ല, അതിനടിക്ക് വണ്ടി എടുത്തിട്ട് പോടാ. എന്തുവാ ഇത്? പഞ്ചാര അടിച്ചോണ്ട് നിൽക്കണോ? അത് ശരി ചേട്ടാ, കൊള്ളാലി ഏർപ്പാട്. എന്നാ സുന്ദരന്മാരെ ചെക്കന്മാരാ ഇതിനകത്ത് നിൽക്കുന്നേ.
എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഭയങ്കര ആഗ്രഹം. ഇനി ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ 8 എടുക്കണം. 8 എനിക്ക് എടുക്കറിയാം. പിന്നെ സ്വന്തം കൊച്ചിനെടുക്കാൻ പോണത്. എന്താ പറഞ്ഞേ? സ്വന്തം കൊച്ചിനെടുക്കട്ടെ, നീയല്ലേ 8 എടുക്കാൻ പോണത്. ആ ശരി. എടോ വായിട്ട് നോക്കിട്ട് വണ്ടി എടുത്തോണ്ട് പോടോ. പോട്ടെ. ചേട്ടാ ചേട്ടാ റൈറ്റ് എവിടെ ചേട്ടാ? റൈറ്റ് ലെഫ്റ്റിന്റെ ബാക്കിൽ. ലെഫ്റ്റ് എവിടെ ചേട്ടാ? ലെഫ്റ്റ് റൈറ്റിന്റെ ബാക്കിൽ. അയ്യോ ചേട്ടാ റൈറ്റ് ലെഫ്റ്റ് എവിടെ ചേട്ടാ? അപ്പൊ ഈ റൈറ്റും ലെഫ്റ്റും അറിയാത്ത നീ ഇത്ര നേരം വണ്ടി നിയന്ത്രിച്ചത്? അല്ലേട്ടാ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി ചേട്ടാ. റൈറ്റ് ലെഫ്റ്റും കിട്ടുന്നില്ല, കയ്യിൽ നിന്ന് പോയി ചേട്ടാ. നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ചെയ്യും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ അത്യാവശ്യം സിനിമാറ്റിക് ഡാൻസ് പഠിച്ചു. പിന്നെ എന്തൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ടെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അറിയാവുന്ന സ്റ്റെപ്പിൽ നീ സിനിമ ഡാൻസ് കളിച്ചു. ആ സിഗ്നലിൽ വണ്ടി അങ്ങോട്ട് പോക്കോളൂ. അത് ശരി. എന്റെ ഡാൻസ് കണ്ടിട്ടാന്ന് പറയും മൊത്തം ബ്ലോക്ക് ആയി പോയി. ഇനി പോകാൻ ഒരു വഴിയില്ല ചേട്ടാ. എന്ത് ചെയ്യും ചേട്ടാ? 4 സൈഡും ബ്ലോക്ക് ആയല്ലോ. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഇനി നമുക്ക് 2 പേർക്കും പോകാനായിട്ട് എവിടെയെങ്കിലും ഒരു ഇടവഴി ഉണ്ടാവും നോക്കിയേ. ഓടിയോ, നമുക്ക് പോകാൻ പറ്റിയ ഇടവഴികളോടെ നോക്ക്. ചേട്ടാ അവിടെ ഒരു ചെറിയ ഇടവഴിയുണ്ട്. ചേട്ടാ ഇവിടെ ചെറിയൊരു ഇടവഴിയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈ വഴി കൂടി നീയും പൊക്കോ, ആ വഴി കൂടി ഞാനും വരാം. നിന്റെ മുടിഞ്ഞ ഡാൻസ് കാരണം എന്റെ ജോലി തെറിച്ചടി. ഇനി വിധിയുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് നമുക്ക് കാണാം.